ഇന്ന് നമ്മൾ ഒരു മാങ്ങ അച്ചാർ ഇടുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ സ്ഥാപനത്തിലെ മാങ്ങ അച്ചാർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ മാങ്ങ പറിക്കാൻ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്ക് വന്ന് മാവിൻ്റെ ചവിട്ടി നിൽക്കുക. അപ്പോൾ ഞങ്ങൾ മാങ്ങ പറിക്കാൻ പോവുകയാണ്. അപ്പോൾ പച്ച മാങ്ങയാണിത്. നമ്മുടെ മാങ്ങ അച്ചാർ ഇടാനായിട്ട് നമ്മൾ മാങ്ങ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. ഹായ്, അപ്പൊ നമുക്ക് ഞാൻ രാവിലെ പോയി മാവേ പോയി തോട്ടയൊക്കെ ഇട്ട് പിച്ചി കൊണ്ടുവന്ന മാങ്ങ എല്ലാം കഴുകി അരിഞ്ഞ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാങ്ങ അച്ചാർ ഇടുന്നതിലേക്ക് പോകാം. നമുക്ക് ഏകദേശം ഒരു 17 കിലോ മാങ്ങയുണ്ട്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടെ നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടി, ഇത് നമ്മളുടെ സാദാ മുളക് പൊടി, ഇത് മഞ്ഞൾപ്പൊടി, ഇത് ഉലുവാപ്പൊടി, ഇത് കായം, ഇത് കടുക്, ഇത് ഉലുവ, ഉപ്പ്. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. വെളിച്ചെണ്ണ ഇതിനകത്തുള്ളതേ. അപ്പം വെളിച്ചെണ്ണ മാത്രമാണ് നമ്മൾ ഇത്രയും നാളും 7 വർഷം കൊണ്ട് നമ്മൾ ഈ സ്ഥാപനത്തിൽ അച്ചാറുകൾ ഇടുന്നുണ്ട്. എല്ലാ അച്ചാറുകളും വെളിച്ചെണ്ണയിൽ മാത്രം ഇതുവരെ ഇട്ടിട്ടുള്ളത്. മറ്റൊരു എണ്ണയും ഉപയോഗിച്ചിട്ടില്ല. കാരണം നമ്മൾ ഇവിടെ തന്നെ കൊപ്ര എടുത്ത് ആട്ടുന്ന എണ്ണയായതുകൊണ്ട് നമുക്കതിൽ 100% വിശ്വാസം ഉള്ളത് കൊണ്ട് നമ്മൾ ആ എണ്ണയിൽ മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ഇത് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും വറുത്ത എണ്ണ അതിൽ തന്നെ അച്ചാറിടാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യമായിട്ട് കടുക് ഇടാം. കടുക് ഉലുവയും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് പൊട്ടി കഴിയുമ്പം നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇടാം. ഇതിന് ഇടുന്നത് കിളിച്ചുണ്ടൻ മാങ്ങയാണ്. കിളിച്ചുണ്ടൻ മാങ്ങ നമുക്കിങ്ങനെ കുറച്ച് നമ്മുടെ എൻ്റെ നാത്തൂൻ്റെ പറമ്പിലുണ്ടായിരുന്നു. അവിടെ പോയി എടുത്തുകൊണ്ട് വന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സാധാരണ നമ്മൾ മേടിക്കുക. ഇപ്പം സീസൺ ആയതുകൊണ്ട് നമുക്ക് പലയിടത്തുനിന്ന് ഇങ്ങനെ മാങ്ങകളൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തു നിന്നുള്ള മാങ്ങകളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് ഇപ്പം നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ കടുക് ഉലുവയും പൊട്ടി കഴിയുമ്പം നമ്മൾ തീ കുറയ്ക്കണം. കുറച്ച് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം. അപ്പോഴേ നമ്മൾ ഈ മാങ്ങ അച്ചാറെല്ലാം ഇന്ന് ഇട്ട് വെച്ചിട്ട് നാളെ ഇത് നല്ലതായിട്ട് ആറിയതിന് ശേഷം നാളെ നമ്മൾ ടിന്നുകളിലെല്ലാം പാക്ക് ചെയ്തിട്ട് നമുക്ക് മിക്കപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോകാനായിട്ട്, പിന്നെ പുറത്ത് നമ്മുടെ കേരളത്തിന് പുറത്തൊക്കെ പഠിക്കുന്ന കൊച്ചുങ്ങൾ അവർക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പേര് വന്ന് 1 കിലോ, 1/2 കിലോ, 2 കിലോ ഇങ്ങനെയൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മിക്കപ്പോഴും 2 ദിവസം മുന്നേയൊക്കെ നമ്മളെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ അന്നേരം തന്നെ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ അച്ചാർ തന്നെ ആയിരിക്കും എടുത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ ഇട്ടതെല്ലാം തീർന്നു. ഏകദേശം ഇനി ഒരു 2 ബോട്ടിലൂടെയൊക്കെ ഉള്ളൂ. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും ഇടുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് പോകുന്നൊരു ഐറ്റം. പിന്നെ ഇപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഇപ്രാവശ്യം ഇപ്പം നമുക്ക് ഈ ഒരു 1-2 മാസം പൊതുവെ എല്ലാ വർഷവും ഇച്ചിരി മാങ്ങാച്ചാർ ഇച്ചിരി പോകാൻ കുറച്ച് വൈകിയാണ് പോകുന്നത്. എങ്കിലും ഗൾഫിൽ നിന്നൊക്കെ ഉള്ള ഓർഡറുകൾ നന്നായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പം അതിനൊക്കെ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി കടുക് ഉലുവയൊക്കെ പൊട്ടി ഏകദേശം തീരാറായിട്ടുണ്ട്. ഇത് അങ്ങോട്ട് പൊട്ടി തീരുന്നതന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകും. അപ്പോഴും നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയും കൂടെ ക്രഷ് ചെയ്തത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് എണ്ണയ്ക്ക് ഇച്ചിരി ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ആ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ നമുക്കടുത്ത് നമ്മുടെ പൊടി ഐറ്റംസ്, കാരണം ഇപ്പം എണ്ണ ഒന്ന് തണുത്തെന്ന് പറഞ്ഞാൽ ചെറിയ ചൂടേ ഉള്ളൂ. അപ്പം ആ ചൂടിലേക്ക് നമ്മുടെ കാശ്മീരി മുളക് പൊടി നമ്മൾ ഇടുകയാണ്. എന്നിട്ട് നമ്മുടെ സാദാ മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി, കായം എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നല്ലതുപോലെ ഇളക്കി നമ്മുടെ പൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി ആ എണ്ണയുടെ ചൂടിൽ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരണം. നമ്മൾ ഈ എണ്ണ വളരെ കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് നമ്മൾ ഈ ഒത്തിരി എണ്ണയിൽ അച്ചാറിട്ട് വയ്ക്കുമ്പം പലർക്കും അത് ബുദ്ധിമുട്ടാണ്. ഈ കൊളസ്ട്രോള് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരും ഇല്ലാത്തവരും പൊതുവെ ഇപ്പൊ എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് എല്ലാവരും പറയും, നമ്മൾ ചിലപ്പം ഇച്ചിരി എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ നിൽക്കുവാണെങ്കിൽ അവർ പറയും, നിങ്ങൾ ഇത്ര എണ്ണ ആക്കരുത്, ഇത്ര എണ്ണ ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇത്ര എണ്ണ വേണ്ട, എണ്ണ കുറച്ച്
ഉള്ള അച്ചാർ മതി എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളും അത് അനുസരിച്ച് എണ്ണ വളരെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമായ ഉപ്പ് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് ഉപ്പിനൊക്കെ വളരെ ഉപ്പിന്റെ ആ ഒരു ഇത് കുറവാണ്. അന്നേരം കുറേ അധികം ഉപ്പിട്ടെങ്കിലേ നമുക്ക് മാങ്ങയ്ക്ക് ഉപ്പ് കിട്ടാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതെല്ലാം കൂടെ ഇനി ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമ്മുടെ മാങ്ങ ചൂട് ഈ തീ ഇരിക്കുന്ന ഇതിലേക്ക് നമ്മൾ മാങ്ങ തട്ടാറില്ല. കാരണം മാങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോൾ മാങ്ങ വെന്തിട്ട് എന്തോ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടാറില്ല. അതുകൊണ്ട് ഈ പൊടി നമ്മൾ മാങ്ങയിലേക്ക് മിക്സ് ചെയ്യാറ്. അപ്പൊ നമ്മുടെ മാങ്ങ അച്ചാറിനുള്ള അരപ്പൊക്കെ ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്. നമ്മളിനി ഇത് കുറേശ്ശെയായിട്ട് മാങ്ങയിലേക്ക് ആഡ് ചെയ്ത് ഇളക്കി നന്നായിട്ട് ഇളക്കിയെടുക്കും. ഉപ്പൊക്കെ കുറവായിരിക്കും, കാരണം വീണ്ടും നമ്മൾ എത്ര ഉപ്പിട്ടാലും കുറേ അധികം ഉപ്പ് ചേർത്തെങ്കിലേ മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ആവത്തുള്ളൂ. നാളെ രാവിലെയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് ഉപ്പൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഏകദേശം നമ്മുടെ അച്ചാറിനുള്ള അരപ്പെല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ മാങ്ങയിലേക്ക് അത് ആഡ് ചെയ്യാം. നമ്മളൊരു ശകലം പോലും വെള്ളമയം ഇതിനകത്ത് ഉപയോഗിക്കത്തില്ല. വെള്ളം ഒട്ടും ഉപയോഗിക്കാതാണ് നമ്മൾ ചെയ്യുന്നത്. എങ്കിലും നമ്മൾ വേറെ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് 1 വർഷം വരെ ഇരിക്കുമെന്നോ 6 മാസം വരെ ഇരിക്കുമെന്നോ ഒന്നും നമ്മൾ പറയത്തില്ല. നമ്മൾ ആകെ 45 ദിവസമാണ് ഇതിന്റെ ഷെൽഫ് ലൈഫ് പറയുന്നത്. ആ 45 ദിവസം വരെ നമുക്ക് ഇതിനൊരു ഉറപ്പ് തരാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ മറ്റൊന്നും ചേർക്കാത്തത് കൊണ്ട് പെട്ടെന്ന് പൂത്തുപോകും. അതുപോലെ കഴിവതും ഉപയോഗിക്കുന്നവര് നല്ല രീതിയിൽ ഉണങ്ങിയ സ്പൂണൊക്കെ ഇട്ട് നന്നായിട്ടൊക്കെ ഉപയോഗിച്ചാൽ ഈ 45 ദിവസം വരെ നന്നായിട്ട് തന്നെ ഇരിക്കും. അത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാമെങ്കിൽ കുറച്ചുകൂടെ ദിവസങ്ങൾ ഇരിക്കും. മാങ്ങയില അരപ്പ് എല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് നമ്മൾ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നാളെ രാവിലെ ആവുമ്പോഴത്തേനും ഈ മാങ്ങയ്ക്കകത്തു നിന്നുള്ള വെള്ളം എല്ലാം ഊറിയിട്ട് ഒരു ചെറിയൊരു ഗ്രേവി പോലായി നന്നായിട്ട് ഒന്ന് മിക്സായി നല്ല ഇതായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൂടൊക്കെ ചേർത്ത് നമ്മൾ ഇത് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ. നമ്മുടെ ഇന്നത്തെ മാങ്ങ അച്ചാറിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.